ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 844 ദിവസം. ഇന്ന് ലാസറിന്റെ ശനിയാഴ്ചയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 11 അധ്യായം 28 മുതൽ 46 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ബഥാന്യയിലെ ലാസറും സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു. യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ ലാസർ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞത് ഈ ദീനം മരണത്തിനായിട്ടല്ല, പ്രത്യുത മനുഷ്യപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന്. ദൈവിക പദ്ധതിയിൽ പല കാര്യങ്ങളും നിശ്ചിത സമയത്ത് സംഭവിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാർത്തയും മറിയയും യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും അത് നിനക്ക് ദൈവം നടത്തിത്തരുമെന്ന് ഞങ്ങൾ അറിയുന്നു എന്നും പറഞ്ഞു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു മാർത്തയോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് മാർത്തയോട് മാത്രമായിട്ടുള്ള കർത്താവിന്റെ ചോദ്യമല്ല, പ്രത്യുത ഓരോ വിശ്വാസിയോടും കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് നമുക്കും സാധിക്കും. അതേ, കർത്താവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം, കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കാം. അതിനുള്ള കൃപയും അനുഗ്രഹവും തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.